എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതയാത്രയിൽ പലതും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. സമാധാനമോ ആത്മവിശ്വാസമോ പ്രതീക്ഷയോ, അല്ലെങ്കിൽ ഒരിക്കൽ നീ നിന്നിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്ന വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങൾ പോലുമോ ഇന്ന് നിന്നിൽ ഇല്ലാതായിട്ടുണ്ടാകാം. ജീവിതം എങ്ങനെ ഇത്രമാത്രം മാറിപ്പോയെന്നോ? ചില കാലങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇത്രയേറെ ആഴത്തിലുള്ള മുറിവുകൾ എന്തിനാണ് അവശേഷിപ്പിച്ചതെന്നോ നീ തിരിഞ്ഞു നോക്കി അത്ഭുതപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഈ സത്യം നീ ഓർക്കുക: ദൈവം എല്ലാം വീണ്ടെടുക്കുന്നവനാണ്. നിന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ടതൊന്നും അവന്റെ കൈകൾക്ക് അപ്പുറമല്ല. വെട്ടുക്കിളികൾ തിന്നുതീർത്ത വർഷങ്ങളെ ഞാൻ നിനക്ക് തിരികെ നൽകുമെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. അതിനാൽ നിനക്ക് പാഴായിപ്പോയി എന്ന് തോന്നുന്നതൊന്നും അവന്റെ മുൻപിൽ പാഴല്ല. നീ മായ്ച്ചുകളയാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളെപ്പോലും അവൻ സൗഖ്യത്തിന്റെയും വലിയത്തിന്റെയും വലിയൊരു ലക്ഷ്യത്തിന്റെയും മനോഹരമായ ചരിത്രമായി നെയ്തു ചേർക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടവയെ ദൈവം വെറുതെ പകരുകയല്ല ചെയ്യുന്നത്, മറിച്ച് കൂടുതൽ ആഴമേറിയതും ജ്ഞാനമുള്ളതും അർത്ഥവത്തുമായ രീതിയിൽ അവൻ അവയെ പുനഃസ്ഥാപിക്കുന്നു. നീ തകർന്നുപോയവനെന്നോ അപൂർണനെന്നോ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ തകർന്ന ഹൃദയമുള്ളവരെ ദൈവം സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ വേദനകളോട് അവൻ അങ്ങേയറ്റം കരുണയുള്ളവനാണ്. നിന്റെ സൗഖ്യത്തിനായി അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. വീണ്ടെടുപ്പ് എന്നത് എപ്പോഴും നിമിഷനേരം കൊണ്ട് സംഭവിക്കുന്നതല്ലെങ്കിലും അത് എപ്പോഴും ലക്ഷ്യബോധത്തോടെയുള്ളതാണ്. ദൈവത്തിന്റെ കൈകളിൽ നീ വയ്ക്കുന്ന ഓരോ ചെറിയ ചുവടും നിന്റെ മുന്നേറ്റമാണ്. നിരാശയുടെയോ ഖേദത്തിന്റെയോ ഭാരം അസഹനീയമായി തോന്നുമ്പോൾ ആ ഭാരങ്ങൾ എന്റെ പാദങ്ങളിൽ വയ്ക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എന്റെ അടുക്കൽ വരുന്നവർക്ക് ആത്മാവിൽ ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തിന്റെ ഭാരങ്ങൾ നീ ഒരിക്കലും തനിച്ചു ചുമക്കേണ്ടവനല്ല. ദൈവം നിന്റെ ശക്തി പുതുക്കുകയും വീണ്ടും പ്രത്യാശിക്കാൻ നിന്റെ ഹൃദയത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സമയം വൈകിപ്പോയെന്നോ നിനക്കുള്ള അവസരം നഷ്ടമായെന്നോ ഉള്ള കള്ളങ്ങളെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. പുതിയ തുടക്കങ്ങളുടെ സൃഷ്ടാവാണ് ദൈവം. നീ അവസാനമെന്ന് കരുതിയ ഇടമായിരിക്കാം അവൻ പുതിയതെന്തോ തുടങ്ങാൻ പോകുന്ന ഇടം. നിന്റെ വേദനകളെ അവൻ ജ്ഞാനമായും നിന്റെ കണ്ണുനീരിനെ സാക്ഷ്യമായും മാറ്റുന്നു. നഷ്ടപ്പെട്ടവയുടെ ഭാരം നീ പൂർണ്ണമായും ഇറക്കിവെക്കുക. വരാനിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുക. അവൻ നിന്റെ സന്തോഷത്തെ വീണ്ടെടുക്കുകയും നിന്റെ പ്രത്യാശയെ പുതുക്കുകയും എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് നീ കരുതിയവയെ വീണ്ടും പണിയുകയും ചെയ്യുന്നു. മുന്നോട്ടു നീങ്ങുക. നിന്റെ വീണ്ടെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.